സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർഷത്തോളം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ മലയാളം സിനിമ ഒരു ഫീൽഡിനെ തന്നെ താങ്ങി നിർത്തി ഇത്രയും നാളും ഇപ്പോഴും അങ്ങോട്ടും ഒരു താങ്ങായും തണലായും എല്ലാം നിൽക്കാൻ പോകുന്ന ഒരാണൊരുത്തൻ്റെ ഒരു വൻ വിജയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീണ്ട 8 മാസങ്ങൾക്ക് ശേഷം ചികിത്സയെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരികെ എത്തി സിനിമയിലേക്ക് സജീവമായ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇതിഹാസം. ആ ഇതിഹാസം വേറെ ഉണ്ടോ ഇനി ഇതുപോലെ ഒരു മനുഷ്യനെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ചവച്ചരയ്ക്കുന്ന ആ സിഗരറ്റിന്റെ സീനിനെ ചുറ്റിപ്പറ്റിയുള്ള സംവാദങ്ങളും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെയാണ്. ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്ന സാധനമാണോ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരവുമായിട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. അവർ പറയുന്നത് മമ്മൂക്ക ചവച്ചരച്ച് കഴിച്ച ആ സിഗരറ്റ് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഒറിജിനൽ സിഗരറ്റ് ആണ് മമ്മൂക്ക ചവച്ചരയ്ക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ കണ്ടൊരു പോസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. ആ പോസ്റ്റിൽ പറയുന്നത് 4 ദിവസം കൊണ്ട് 50 കോടി, ബോക്സ് ഓഫീസിൽ മമ്മൂക്കയുടെ വിളയാട്ടം, മെഗാ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കളങ്കാവൽ. അപ്പൊ ഈ ഒരു പോസ്റ്റിന് താഴെ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാൻസ് ആണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ, അതേപോലെ സംഘീപുത്രന്മാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഒരുപാട് ആളുകൾ വന്നിട്ട് സംശയം ഉന്നയിക്കുന്നുണ്ട് 100 കോടി അടിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ 5 പടം കൊണ്ട് 250 കോടിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഘീപുത്രന്റെ സംസാരമുണ്ട്. പിന്നെ പല ആളുകളും പല രീതിയിലൊക്കെ മെഴുകുന്നുണ്ട്. അതിലൊരാൾ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ആ കമന്റ് ഇങ്ങനെയാണ്: ആഷിഖ് സലീം, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറാണ് കേട്ടോ. സാർ ലൈറ്റർ തരട്ടെ? മമ്മൂക്ക: എന്തിന്? ഡയറക്ടർ: സാർ, ഇതൊരു ഹൈ മൊമെന്റ് ആയതുകൊണ്ട് നമ്മുടെ സിഗ്നേച്ചർ സിഗരറ്റ് കത്തിക്കാൻ. അപ്പോൾ മമ്മൂക്ക പറയുന്നൊരു കാര്യം: നിന്നോട് ആര് പറഞ്ഞു ഞാൻ കത്തിക്കാൻ പോകുവാണെന്ന്? നീ മാറി നിന്ന് കണ്ടോ നെക്സ്റ്റ് ഷോട്ട്. ആ ഷോട്ടിലാണ് മമ്മൂക്ക ആ സിഗരറ്റ് ചവച്ചരച്ച് കഴിക്കുന്നതെന്നാണ് ആ സിനിമ കണ്ട എല്ലാ ആളുകളും, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ശേഷം എല്ലാവരും പറയുന്നത്. പലരും അതിനെ സംശയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു, ആ സിഗരറ്റ് ഒറിജിനൽ ആണോ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ഒരു സംശയം ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെ സംശയ ദൂരീകരണം നടന്നിരിക്കുകയാണ്. അത് ഒറിജിനൽ സിഗരറ്റ് തന്നെയാണ്. പിന്നീട് മമ്മൂക്കയുടെ സിനിമ ഏറ്റവും നല്ല ലെവലിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ പല ആളുകൾക്കും വെമ്പല് കൊള്ളുന്നുണ്ട്, അല്ലെ പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ കത്തിക്കേറി പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന വലിയ വിഷമമാണ് അവർ ഈ രീതിയിൽ തീർക്കുന്നത്. നമുക്കറിയാം, മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇടയിലില്ലാത്ത വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഫാൻസ് എന്ന് പറയുന്ന കുറെ മണ്ടന്മാരുടെ ഇടയിലുള്ളത്. ഇവന്മാർ പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്നവൻ വലിയ രീതിയിലൊന്നും കയറാൻ പോകുന്നില്ല, അയാൾ കഴിഞ്ഞു, ആയുസ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആളുകളുടെയൊക്കെ, അല്ലെ അവരെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തു, നിങ്ങൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉള്ളവന്മാർക്ക്, അല്ലെങ്കിൽ അവന്മാരുടെ മുന്നിലേക്കാണ് മമ്മൂക്ക ഇജ്ജാതി വരവ് വന്നിരിക്കുന്നത്. അപ്പൊ കുരു പൊട്ടാനായിട്ട് ഉള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ കുരു പൊട്ടുന്ന ആളുകൾക്കൊക്കെ വീണ്ടും വീണ്ടും വലിയ രീതിയിൽ കുരു പൊട്ടി വ്രണപ്പെടുന്ന രീതിയിലേക്കാണ് മമ്മൂക്കയുടെ പെർഫോമൻസ് പോയിരിക്കുന്നത്. മമ്മൂക്ക കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു പോസ്റ്റിനെ പറ്റി ഞാൻ പറയുകയുണ്ടായി. അതായത് വിനായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂക്ക പറയുന്നൊരു കാര്യം, പിന്നീട് അതിനുശേഷം മമ്മൂക്ക പറഞ്ഞൊരു കാര്യം: എന്റെ തെരഞ്ഞെടുപ്പുകളിൽ വിശ്വസിക്കുന്നതിന് എല്ലാ ആളുകളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അത് മമ്മൂക്ക അഭിനയിച്ച പടത്തിന് മമ്മൂക്കയ്ക്ക് പ്രതിഫലം കിട്ടിയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുകൾ, അതായത് സിനിമ തിരഞ്ഞെടുക്കുന്നതിനെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ജനങ്ങളോടാണ് അദ്ദേഹം നന്ദി പറയുന്നത്. നമുക്കറിയാം, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നുമല്ല. ആകെ അദ്ദേഹത്തിന്റെ മനസ്സിന് കുറച്ച് സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് സിനിമ ചെയ്താലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നത്. അല്ലാതെ കോടിക്കണക്കിന് ആസ്തി മമ്മൂക്കയ്ക്ക് ഇപ്പൊ തന്നെ ആയി. ഇനി ഒരു സിനിമ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സിനിമാ ജീവിതത്തിൽ റെസ്റ്റ് എടുക്കാം, ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ അദ്ദേഹം ഇപ്പോഴും സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള പ്രേക്ഷകർ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെ പ്രേക്ഷകർക്ക് തന്നെ വേണം എന്ന് മനസ്സിലായതുകൊണ്ടാണ്. വരുന്ന പുതുമുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക. എനിക്ക് തോന്നുന്നു മോഹൻലാൽ പോലും ആ രീതിയിൽ ഇതുവരെയും ചെയ്യുന്നില്ല. മോഹൻലാൽ എപ്പോഴും അവസരം കൊടുക്കുന്നത് ആന്റണി പെരുമ്പാവൂരെ പോലെയുള്ള, ഈ നമ്മുടെ ജിത്തു ജോസഫിനെ പോലെയൊക്കെയുള്ള ഈ സീനിയേഴ്സിനാണ്. എന്നാൽ മമ്മൂക്ക അവസരം കൊടുക്കുന്ന ആർക്കൊക്കെയാണ്? പുതുമുഖങ്ങൾക്കാണ്, പുതുമുഖ സംവിധായകന്മാർക്കാണ്. മമ്മൂക്കയ്ക്ക് പറയാനുള്ളൊരു കാര്യം: അവരും വളരട്ടെ. എന്തിനാണ് നമ്മൾ അവരെ തഴഞ്ഞിടുന്നത്? അവർക്കൊരു കഴിവുണ്ട്, ആ ഒരു കഥ എഴുതാനുള്ള കഴിവാണെങ്കിൽ, ആ കഥ എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അഭിനയിച്ചിരിക്കും.
പിന്നെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കഥ എഴുതുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ ഉൾക്കൊണ്ടുകൊണ്ട് കഥ എഴുതരുത്. അങ്ങനെ എഴുതിയാൽ എനിക്ക് എൻ്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് ആ കഥാപാത്രത്തിനെ എത്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കഥ എഴുതുമ്പോൾ മമ്മൂട്ടിയെ മറന്നേക്കുക. നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി എഴുതുന്ന ഒരു കഥ, ആ കഥയിൽ വന്ന് ഞാൻ അഭിനയിക്കുകയാണെന്നുള്ള രീതിയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. മമ്മൂക്ക അവിടെയും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കഥ എഴുതണമെന്നില്ല. ആരുടെ പേരിൽ കഥ എഴുതിയാലും ആ ഒരു കഥാപാത്രം മമ്മൂക്കയ്ക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഫൈറ്റ് സീനുള്ള സിനിമയാണെങ്കിലും എത്ര റിസ്കി മൊമെന്റ്സ് ഉള്ള സിനിമയാണെങ്കിലും അത് താൻ ചെയ്യും. കാരണം തൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് താൻ സിനിമ ചെയ്യുന്നത്. അത് കേവലം പണത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിനുമല്ല. ഈ സാറ്റിസ്ഫാക്ഷന് ഒരു ശമനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 8 മാസ കാലയളവിൽ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു, അദ്ദേഹം ആശുപത്രി വാസത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ സിനിമ വേണം, സിനിമ ഇല്ലെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ചിന്തിക്കുന്ന, സിനിമ എന്ന് പറയുന്ന ഒരു കലയോട് അമിതമായ ഭ്രാന്തുള്ള, അല്ലെങ്കിൽ ആ ഒരു സിനിമ ജീവിതത്തിനോട് തന്നെ ഒരു ഭ്രാന്തമായ രീതിയിൽ കാണുന്ന ഒരു മനുഷ്യന് എങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടാവും? അതൊക്കെ വളരെ പാടായിരിക്കും. നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. കാരണം സിനിമയോട് അദ്ദേഹത്തിന് ഒരു ഭ്രമമാണ്, ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതേ അഭിനിവേശമാണ് നമ്മളവിടെ കാണുന്നത്, ഒരിക്കലും അടങ്ങാത്ത ഒരു ഭ്രാന്ത്. ആ ഭ്രാന്തിന് പിന്നാലെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, പ്രായം പോലും നോക്കാതെ. ഏത് കഥാപാത്രങ്ങൾ കിട്ടിയാലും ചെറുപ്പക്കാർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഒരു പടി അല്ലെങ്കിൽ ഒരു 100 മടങ്ങ് ഇരട്ടിയായിട്ടാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇത്തിരി നേരം ഒന്ന് വയ്യാതിരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കണം. എന്നാൽ ആ ബുദ്ധിമുട്ടുകളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമയിൽ, കളങ്കാവൽ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തിനെ കാഴ്ചവെച്ചിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളത് കാണുമ്പോൾ ഇത്രയും നാളും കണ്ടൊരു മമ്മൂട്ടി ആയിരിക്കില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ തിയേറ്റർ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു കഥാപാത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല എന്നൊരു ഗ്യാരണ്ടി മമ്മൂക്ക അവിടെ വെക്കുന്നുണ്ട്. അത് തന്നെയാണ് സത്യമായി കൊണ്ടിരിക്കുന്നത്. ആ തിയേറ്റർ വിട്ട് പോയിട്ടുള്ള ഒരാളുകളുടെയും മനസ്സിൽ നിന്നും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രമോ കഥാപാത്രത്തിലുള്ള ഒരുപാട്, അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ഒരുപാട് ആളുകളോ ഒന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അമ്മാതിരി പരിപാടിയാണ് ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത്. 74 വയസ്സിലെ അഴിഞ്ഞാട്ടം. ഈ മമ്മൂട്ടിയുടെ ഇങ്ങനെ ഒരു തിരിച്ചുവരവിനെ ഭയന്ന സംഘിപുത്രന്മാർ കളിച്ച കളികളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത്, ക്രിസംഗികൾ കളിച്ച കളികൾ അല്ലേ. അതായത് ഈ പറഞ്ഞ ഹവാല ഇടപാടുകൾ, പിന്നെ അതേപോലെ തന്നെ ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനക്കടത്ത്, പിന്നെ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതേപോലെ തന്നെ മകനും അച്ഛനും ഒക്കെ കൊടുങ്ങുന്ന രീതിയിലാണ് ഇവർ പരിപാടികൾ ചെയ്തത്. അതിൽ കൂടി മകനെ കൊടുക്കുന്നതിൽ കൂടി മമ്മൂക്കയും കൊടുങ്ങുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം. ആ കേസുകളൊക്കെ ഇപ്പൊ എവിടെയാണ് ഏമാന്മാരെ? ദുൽഖറിനെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ഹവാല ഇടപാടുകൾ, ഭൂട്ടാനിൽ നിന്ന് വാഹനം കേരളത്തിലേക്ക് കൊണ്ടുവന്നു, ഈ കേസുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അതിനെപ്പറ്റി കൂടെ നിങ്ങളൊന്ന് പറയണം. കാരണം എവിടെയെങ്കിലും കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് നല്ല സമൂഹത്തിൽ വലിയ വിലയുള്ള വലിയ ഉന്നതരായിട്ടുള്ള ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കേസിന്റെ പിന്നാലെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇതെല്ലാവരും മറന്നു എന്നാണ്. പക്ഷേ അങ്ങനെ ഒരാൾ മറന്നിട്ടുണ്ടെങ്കിൽ ആ മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയും നീയൊക്കെ കാണിക്കുന്ന വൃത്തികേടുകളും നെറുകേടുകളും ചെറ്റത്തരങ്ങളും തന്തയ്ക്ക് പുറക്കഴിയുകയും എല്ലാം ഞങ്ങൾ വരച്ച് കാണിക്കും. അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ അത് തന്നെ ഞങ്ങൾ ഉപയോഗിക്കും. അത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ടോ അത് കണ്ടിട്ട് വെമ്പൽ കൊണ്ടിട്ടോ വിഷമം വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭീഷണിയുമായിട്ട് വന്നാലോ ഒന്നും ഒരിടത്തും വില പോകാൻ പോകുന്നില്ല. ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കത്തില്ല. എടാ മക്കളെ, നീയൊക്കെ ആ 369 ഗ്യാരേജിൽ കയറി കളിച്ചപ്പോൾ, അത് ആരുടെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നിട്ടും കളിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു തിരിച്ചുവരവ് വരുമെന്നുള്ളത്. ആ ഒരു തിരിച്ചുവരവിനെ തന്നെ ആഘോഷമാക്കിക്കൊണ്ട് ആ ഒരു ആഘോഷത്തിനെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വരവേറ്റതും സ്വീകരിച്ചതും ഒക്കെയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ കൂടി നമ്മൾ കാണുന്നത്. ആ സിനിമ 100 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ അതിനും മുകളിൽ എവിടെ പോകാം അവിടേക്ക് പോകും. ഇനി ഇത് കോടികളുടെ ക്ലബ്ബുകളിലൊന്നും എത്തിയില്ലെങ്കിലും മമ്മൂക്ക അടുത്ത മികച്ച നടൻ ആരാണെന്നുള്ള സംസ്ഥാന അവാർഡിനുള്ള ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. അതിന് നമുക്ക് ആദ്യം തന്നെ പറയാൻ സാധിക്കും മമ്മൂക്ക. കാരണം ഈ ഒരു കാലയളവിൽ, ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലൊന്നും വേറെ ഒരു നടന്മാരും ഇതിന് പകരം വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിന് മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രവുമായിട്ട് വന്നിട്ടില്ല. മമ്മൂക്കയുടെ കഥാപാത്ര സെലക്ഷനിലൊക്കെ നമുക്കറിയാം, മമ്മൂക്കയുടെ സെലക്ഷൻ മുഴുവനും ഡിഫറെൻറ്റ് ടൈപ്പാണ്. അത് കിട്ടുന്ന കഥാപാത്രങ്ങൾ നായകൻ തന്നെ ആവണമെന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പും അല്ലെങ്കിൽ ഒരു താല്പര്യമില്ല. ഏത് കഥാപാത്രം കിട്ടിയാലും അദ്ദേഹം ഓക്കെയാണ്. പക്ഷേ ആ കഥാപാത്രങ്ങൾ ജനഹൃദയങ്ങളിൽ നിന്ന് മാറരുത്, അത് മാത്രമേ അദ്ദേഹത്തിന് ഉറപ്പുള്ളൂ. ജനഹൃദയങ്ങളിൽ എന്നും പതിഞ്ഞിരിക്കുന്ന കഥാപാത്രമായിരിക്കണം. അതാണ്
അതാണ് അദ്ദേഹത്തിന്റെ വാശി. ആ ഒരു അഭിനിവേശത്തിന്റെയും ആ ഒരു വാശിയുടെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 74 വയസ്സുകാരനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ചുറിയുറുക്കുള്ള 74 വയസ്സ് പ്രായം മാത്രമുള്ള, അല്ലെങ്കിൽ ചെറുപ്പം, മനസ്സിപ്പോഴും ചെറുപ്പമാണെന്ന് നമുക്കറിയാം. ആ ചെറുപ്പത്തിൽ ആ ഒരു മനസ്സിലെ യൗവനം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഇതിഹാസം, ഒരു അപൂർവ ഇതിഹാസം. ഇനി ഉണ്ടാവില്ല ഇതുപോലെ ഒരാള്. ഇത് തന്നെയാണ് നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന, നമ്മളെ എല്ലാവരെയും എന്തെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ആ ഒരു മനുഷ്യ സ്നേഹിയുടെ ഒരു വിജയത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.